ഇറാനിൽ തിടുക്കപ്പെട്ട ഒരു ആക്രമണം നടത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനാ യുദ്ധങ്ങൾ കാണുമ്പോൾ അമേരിക്കയും തിടുക്കപ്പെട്ട ഒരു സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതാം എന്നാകും അന്താരാഷ്ട്ര രാഷ്ട്രീയം വിലയിരുത്തുന്നവരുടെ മറുപടി. ഇറാനിലേക്ക് ഏറ്റവും വലിയ അർമാഡ അയച്ചു എന്ന് അവകാശപ്പെട്ട അമേരിക്ക തന്നെ ഇറാനെ ചർച്ചകൾക്ക് നിർബന്ധിക്കുകയാണ് ഇപ്പോൾ. ഇറാൻ തങ്ങളുമായി കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തനിക്ക് പറയാൻ സാധിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാനെ നിർബന്ധിച്ച് ചർച്ചയിലേക്ക് എത്തിച്ച് ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറ്റി ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കുകയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്ന് നേരത്തെ അറിയിച്ചതാണ് എന്ന് ഇറാനും വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭൂമുഖത്ത് ഉടനടി ഒരു അമേരിക്കൻ ആക്രമണം ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. 2 അർമാഡകൾ അയച്ച് വലിയൊരു സൈനിക സന്നാഹം തന്നെയാണ് അമേരിക്ക ഇറാന് നേർക്ക് അയച്ചിട്ടുള്ളത്. ഒരു വിമാനവാഹിനി കപ്പൽ, 6 മിസൈൽ ഡിസ്ട്രോയറുകൾ എന്നിവയടക്കമുള്ള വലിയൊരു സൈനിക വ്യൂഹം തന്നെ അമേരിക്ക ഇറാൻ ലക്ഷ്യമാക്കി അയച്ചിട്ടുണ്ട് എന്ന് പ്രസിഡന്റ് ട്രംപ് തന്നെ സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ വലിയ സൈനിക നീക്കം നേരിടാതിരിക്കാൻ ഇറാൻ യുഎസുമായി ധാരണയിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകൾ. ചർച്ചകൾക്ക് സജ്ജരാകാൻ ഇറാന് ഒരു സമയപരിധി നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് പറഞ്ഞുവെങ്കിലും എത്ര സമയം വരെ അല്ലെങ്കിൽ എപ്പോഴാണ് ഡെഡ് ലൈൻ അവസാനിക്കുന്നത് എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ഡീലിന് ഇറാൻ സമ്മതിച്ചില്ല എങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണണമെന്ന് ട്രംപ് ഭീഷണി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. USS എബ്രഹാം ലിങ്കൺ പോലുള്ള വിമാനവാഹിനി കപ്പലും USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന ഡിസ്ട്രോയർ കപ്പലും അടക്കമുള്ള സൈനിക വിന്യാസം ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുടെ ഭീഷണി. പക്ഷേ പറയുന്നത്ര വേഗത്തിൽ ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിച്ചേക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇക്കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ചർച്ചകൾക്ക് വിരുദ്ധമായ ഒരു നിലപാട് ഇതുവരെയും ഇറാനും സ്വീകരിച്ചിട്ടില്ല. ടെഹ്റാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കുള്ള സമയം അതിക്രമിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രസ്താവിച്ചത്. എന്നാൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് നിലവിൽ തീരുമാനമില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പറയുന്നു. പക്ഷേ ചർച്ച അടഞ്ഞ അധ്യായമല്ല. നല്ല വ്യവസ്ഥകളിൽ അമേരിക്ക മുന്നോട്ട് വെച്ച വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് ഇറാൻ ഒരുക്കമാണ്. പക്ഷേ അത് പരസ്പര ബഹുമാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. ഒരേപോലുള്ള ചുവടുവയ്പ്പുകളായിരിക്കണം അതിനുണ്ടാകേണ്ടത്. അതോടൊപ്പം ഇറാന്റെ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചതിന് ശേഷമാണ് അമേരിക്കയുമായി ഉടനടി ഒരു ചർച്ചയ്ക്കില്ല എന്ന് അരാക്ചി വ്യക്തമാക്കിയത്. അതേസമയം തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമെന്നും ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യതകൾ ഉരുണ്ടുകൂടുന്നതിനിടെ ഇറാനും റഷ്യയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇറാൻ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതായി റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിഷയങ്ങളാണ് ചർച്ചയായത് എന്നും റഷ്യ വിശദീകരിക്കുന്നു. എന്നാൽ സ്വാഭാവികമായും ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ഇറാന് റഷ്യൻ സഹായം ലഭിക്കുന്ന കാര്യങ്ങൾ ഇതിൽ ചർച്ചയായിട്ടുണ്ടാകാം എന്നാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. കാരണം അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ റഷ്യയും ചൈനയും ഇറാന് പിന്തുണയുമായി രംഗത്ത് വന്നതാണ്. ഈ പിന്തുണ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാകും ഇന്നലെ നടന്ന ലാരിജാനി പുടിൻ കൂടിക്കാഴ്ച എന്നാണ് അറിവ്. ഇറാൻ ആണവ മിസൈൽ വ്യാപന പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇറാനിൽ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക തുടർച്ചയായി മുന്നറിയിപ്പ് നൽകി വരികയായിരുന്നു. അമേരിക്കയുടെ ഏത് ആക്രമണത്തെയും ചെറുക്കുമെന്നും പ്രതിരോധിക്കുമെന്നും ഇറാനും വ്യക്തമാക്കി. തിരിച്ചടി ഭയന്നാകാം പെട്ടെന്നുള്ള ആക്രമണത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നത് എന്നാണ് ചിലർ നിരീക്ഷിക്കുന്നത്. അതിനിടെ USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന ഡിസ്ട്രോയർ കപ്പൽ ഇസ്രായേൽ തീരത്ത് നങ്കൂരമിടുകയും ചെയ്തു. USS എബ്രഹാം ലിങ്കൺ നയിക്കുന്ന അർമാഡ മിഡിൽ ഈസ്റ്റിൽ 2 ദിവസം മുൻപ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലെ ചെങ്കടൽ തുറമുഖ നഗരമായ എയ്ലാത്തിലാണ് USS ഡെൽബർട്ട് നങ്കൂരമിട്ടിട്ടുള്ളത്. ഇതടക്കം 6 ഡിസ്ട്രോയറുകൾ അടങ്ങുന്ന സൈനിക വ്യൂഹമാണ് ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക നിയോഗിച്ചിട്ടുള്ളത്. ടോമഹോക്ക് ക്രൂസ് മിസൈലുകൾ വഹിക്കുന്നതാണ് USS ഡെൽബർട്ട് ഡി ബ്ലാക്ക്. ഈ കപ്പലിന് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ പ്രതിരോധിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടാണ് USS ഡെൽബർട്ട് ഇസ്രായേൽ തീരത്ത് വിന്യസിച്ചത് എന്നാണ് കരുതുന്നത്.
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക നടപടി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ചർച്ചകൾക്ക് തയ്യാറാണ് എന്നും സൂചന നൽകിയിട്ടുണ്ടെങ്കിലും മേഖലയിലെ സാഹചര്യം ഇപ്പോഴും അതീവ സങ്കീർണമായി തുടരുകയാണ്. ഇറാന്റെ ആണവ നിലയങ്ങളിൽ കമാൻഡോ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള വിപുലമായ സൈനിക നീക്കങ്ങളും US പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. USന്റെ ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ തങ്ങൾ സജ്ജമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനായി US ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തോടെ 1000 പുതിയ സ്ട്രാറ്റജിക് ഡ്രോണുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നു. അതായത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും വിമാനവാഹിനി കപ്പലുകളെയും തൽക്ഷണം ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതിനിടെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി തകർക്കാൻ അമേരിക്കയുമായി ചേർന്നുള്ള സംയുക്ത ആക്രമണത്തിനായി ഇസ്രായേൽ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനും USഉം തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാതിരിക്കാൻ തുർക്കി മധ്യസ്ഥതയ്ക്ക് സന്നദ്ധത അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. തുർക്കി പ്രസിഡന്റ് തൊയ്യിബ് എർദോഗാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഇക്കാര്യം സംസാരിച്ചു. ഇതനുസരിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ചർച്ചകൾക്കായി തുർക്കിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്താരാഷ്ട്ര വിദഗ്ധരും എന്താണ് ഇനി പശ്ചിമേഷ്യയിൽ സംഭവിക്കുക എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്.